ഹലോ ഗൈസ്, ഇന്ന് അത്താണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അത്തം തൊട്ട് 10 ദിവസം 10 തരം കറികൾ വെക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പം ഇന്ന് സാമ്പാറിൽ തന്നെ തുടങ്ങാമെന്ന് വെച്ചു. അതിനായിട്ട് ഞാൻ എൻ്റെ പരിപ്പ് കുക്കറിൽ ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു വിസിൽ കേൾപ്പിച്ചു. അതിന് ശേഷം നമുക്ക് പച്ചക്കറികൾ അരിഞ്ഞത് കുമ്പളങ്ങ, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, തക്കാളി, അതുപോലെ ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വേപ്പിലയും അതൊക്കെ ഇട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചു. ഒരു വിസിൽ വേപ്പിച്ചു. അതിന് ശേഷം വെളിച്ചെണ്ണ പാനിലൊഴിച്ച് കടുകിട്ട് വറ്റൽമുളകും വേപ്പിലയും ഇട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും അതുപോലെ കായം 1 ടീസ്പൂൺ കായം പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ അത് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാമ്പാറാണ്, വളരെ എളുപ്പത്തിൽ. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, ആ പുളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം ആ ചട്ടിയിൽ കുറച്ചുകൂടി വെള്ളം തിളപ്പിച്ച് അതും ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി വിതറി ഒന്ന് അടച്ചു വെക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.